ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇന്ന് രാവിലെ തന്നെ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് എവിടേക്കാന്നല്ലേ? വേറെ എവിടേക്കല്ല കേട്ടോ, സുറാപ്പിയുടെ സ്കൂളിൽ നിന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അവിടുത്തെ കുഞ്ഞുമക്കളൊക്കെ കൂടിയിട്ട് അത്താവുമ്പോഴേക്ക് ചെറിയൊരു കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചെണ്ടുമല്ലിയുടെ. അപ്പോൾ അങ്ങനെ പൂക്കളുടെ ഒരു വിളവെടുപ്പാണ് കേട്ടോ ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ട് എടുക്കുന്ന സമയത്ത് പാത്തൂസ് ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഫോൺ മേടിച്ചപ്പോഴാണ് കേട്ടോ അവളെ കരച്ചിൽ തുടങ്ങിയത്. പിന്നെ അതൊക്കെ മാറി ഞങ്ങളിപ്പോൾ ദേ ഇറങ്ങിയിട്ട് പുറത്തേക്ക്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ആ ടൈമിൽ തന്നെ നല്ലൊരു മഴ വന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, പോകാൻ പറ്റിയില്ല. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓട്ടോറിക്ഷ കിട്ടിയപ്പോഴേക്കും ഏകദേശം പരിപാടിയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞു എന്ന് പറയും ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും കേട്ടോ. എന്നാലും ഞാൻ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് വീട്ടിലൊക്കെ വന്നതിന് ശേഷം രാവിലെ തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് ഈവനിങ്ങത്തെ ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം മസാല ചായ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ അതേ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചിട്ടതും 3 ഏലക്കായും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കറിയാകുമ്പോൾ പട്ട ഉണ്ടെങ്കിൽ പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പട്ടയില്ല കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചായയിലും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര കടുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് 1 ഗ്ലാസ് വെള്ളം ആവട്ടെ. പിന്നെ നമ്മളതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം.
നന്നായി തിളച്ചതിൻ്റെ ശേഷം ഇട്ട് എന്നിട്ട് പാലും നമ്മൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പൊടി കുറവാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെ ചായ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒന്ന് പാല് നന്നായി തിളച്ച് വരുന്ന സമയത്തിൽ നമുക്കൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ കൂട്ടിയും കുറച്ച് വെച്ചിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. പിന്നെ എത്രയേ ഉള്ളൂ കേട്ടോ മസാല ചായ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. അങ്ങനെ ഇപ്പോൾ അതേ പഞ്ചസാരയൊക്കെ ഞാനിതിപ്പോൾ സുഡാപ്പി വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഡാപ്പിനെ കൊണ്ടുവരാനായിട്ട് ദിലു പോയിട്ടുണ്ട്. പിന്നെ വന്നപ്പോൾ അതേ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ആൾ കയറി വന്നപ്പോൾ തന്നെ. അപ്പോൾ നോക്കിയപ്പോൾ ആൾ മുണ്ടെടുത്തിട്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാല് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പ് എന്തോ തടഞ്ഞിട്ട് വീണു എന്നാണ് പറഞ്ഞത് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറും, ഈ മരുന്ന് ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊഴിച്ച് തന്നെ വേഗം മാറും എന്നുള്ളൊരു സമാധാനത്തിലാണ് ആൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ ചായ ഞാൻ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട് ചായ. അങ്ങനെ ഇപ്പോൾ ഇതേ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ കൂട്ടി അവിടെ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഡാപ്പി ഞാൻ കിടക്കൽ തന്നെ ഇരിക്കുള്ളൂ, അവിടെ നിന്ന് എണീക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ബിസ്ക്കറ്റും ചായ അവിടെ തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് കരച്ചിൽ തുടങ്ങാമെന്നറിയില്ല. അപ്പോഴേക്കും പോയിട്ട് കുറച്ച് അടിച്ച് വരാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരിയിട്ട് വേഗം വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ സുഡാപ്പി അവിടെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ. പാത്തൂസ് എൻ്റെ കൂടെ തന്നെ അതൊരു പാവക്കുട്ടീനെ എടുത്തിട്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം അവളും കൂടെ ഓടി കയറും കേട്ടോ. അങ്ങനെ ആരുടെ അടുത്തേക്ക് അങ്ങനെ പോകുമൊന്നുമില്ല കേട്ടോ. ആൾ പരിചയമില്ലാത്തവരടുത്തേക്ക് തീരെയും പോകില്ല കേട്ടോ. പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ഞാൻ, പിന്നെ ഇക്കാക്കന്മാർ, ഉമ്മ, പെങ്ങളുടെ കുട്ടികൾ, ഇവരുടെ അടുത്തേക്കേ പോവുള്ളൂ. അങ്ങനെ അധികം ആരുടെ അടുത്ത് അങ്ങനെ അവൾ ഇണങ്ങില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ പോവില്ല ആൾ. ആര് വിളിച്ചാലും അങ്ങനെ പോവില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് വേഗം. ഇനി വേഗം ഒന്ന് ഇവിടെ കുറച്ച് അടിച്ചു വാരി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് മഴയും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും മഴയുണ്ട്. ഇപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് വൈകുന്നേരമാണ് കേട്ടോ നല്ല മഴ. പക്ഷേ ഇന്ന് പിന്നെ മഴ ചതിച്ചതാണ് കേട്ടോ. രാവിലെ തന്നെ പെയ്ത് സെറ്റ് മുണ്ടൊക്കെ എടുത്തപ്പോഴേക്കും ഒക്കെ എന്താ പറയുക, പാത്തൂസിന് ഞാൻ നിലത്ത് നിർത്തിയെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ സെറ്റ് മുണ്ടിലും ചളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവിടെ അടിച്ചു വാരലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഒന്ന് തീയിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് ഇനി പിന്നെ അകത്ത് കയറിയിട്ട് കുറച്ച് വേറെ പണികളും കൂടി ഉണ്ട്. അതും കൂടിയൊക്കെ ഒന്ന് തീർക്കണം. വേറെ ഒന്നുമല്ല, ചോറ് ചൂടാക്കണം, കറി ചൂടാക്കണം. വൈകുന്നേരം ആകുമ്പോൾ എന്നുള്ള പരിപാടിയാണല്ലോ. നമുക്ക് ചോറൊക്കെ തിളപ്പിക്കലും അതുപോലെ തന്നെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുക. പിന്നെ തുണികൾ മടക്കാനുണ്ടാവും. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ അവിടെ തീയൊക്കെ ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ അന്ന് കുറച്ച് ദിവസം മുമ്പ് റംബൂട്ടാൻ മേടിച്ചപ്പോൾ അതിൻ്റെ കുരു ഇങ്ങനെ സുഡാപ്പി റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു തെയ്യം അങ്ങനെ വന്നിട്ടുണ്ട്. ഉമ്മ അവിടെ പോയി വന്നപ്പോഴേക്കും മുളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ 2-3 തെയ്യകൾ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ മുളകും തെയ്യിലും അതേപോലെ തന്നെ മിളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.